ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ദിയ സജി. ഞാനിപ്പം +2 പഠിക്കുന്നു. ഞാൻ പഠിക്കുന്നത് പാലാ ചാവറ പബ്ലിക് സ്കൂളിലാണ്. ഞാനിപ്പം ഈ മാതാവിനെ നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവെക്കുന്നതും ഞാൻ പഠിക്കുന്ന സ്കൂളിൻ്റെ മുൻപിൽ നിന്നുകൊണ്ടാണ്. അത് തന്നെ പരിശുദ്ധ അമ്മ എനിക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമായി ഞാൻ കണക്കാക്കുകയാണ്. ഞാൻ പാലാ രൂപതയിലെ മുണ്ടാങ്കൽ ഇടവകയിൽ നിന്നാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പ, അമ്മ, 2 അമ്മച്ചിമാരുണ്ട്. ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന പരിശുദ്ധ അമ്മയെ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുകയാണ്. നമ്മളെങ്ങനെയാണ് പരിശുദ്ധ അമ്മയെ അറിഞ്ഞത് എന്ന് ചോദിച്ചാൽ നമുക്ക് പല ഉത്തരങ്ങളും കാണും. ഞാനൊരു മരിയൻ ധ്യാനത്തിലൂടെ പരിശുദ്ധ അമ്മയെ കൂടുതൽ അറിയാൻ സാധിച്ചു. ഞാനൊരു ബുക്ക് വായിച്ചു, അതിലൂടെ പരിശുദ്ധ അമ്മയെ ഞാൻ അറിഞ്ഞു. അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും സാക്ഷ്യം മൂലം പരിശുദ്ധ അമ്മയെ അറിയാൻ സാധിച്ചു. ഇങ്ങനെ പല മേഖലകളിലൂടെ ആയിരിക്കാം നാം പരിശുദ്ധ അമ്മയെ അറിഞ്ഞത്. പക്ഷേ എൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയെ അറിഞ്ഞത് ഇതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിട്ടാണ്. അതായത് ഞാൻ ഓർമ്മ വെച്ച നാൾ മുതൽ പരിശുദ്ധ അമ്മയും ഈ ജപമാലയും എൻ്റെ കൂടെ എന്നും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് എൻ്റെ ജീവിതത്തിലുള്ള സ്വാധീനം അങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റുന്ന ഒന്നല്ല. ഞാൻ തീരെ ചെറുതായിരിക്കുമ്പോൾ തന്നെ എൻ്റെ അമ്മ എന്നെ ജപമാല പഠിപ്പിച്ചിരുന്നു. ഒരു 3-3.5 വയസ്സുള്ളപ്പോൾ തന്നെ ഇംഗ്ലീഷും മലയാളവും ജപമാല മൊത്തം എന്നെ പഠിപ്പിച്ചിരുന്നു. അത് ഓരോ ദിവസം ഓരോ ചെറിയ രഹസ്യം വെച്ച് പഠിപ്പിച്ച് അതിലെ സംഭവങ്ങളും മറ്റുമെല്ലാം അമ്മ നല്ല വിശദമായി പറഞ്ഞു തന്ന് അങ്ങനെയാണ് അമ്മ എന്നെ ജപമാല പഠിപ്പിച്ചിരുന്നത്. ഈ ജപമാല ഭക്തിയിൽ വളർത്തുന്നതോടൊപ്പം ഞാൻ ജപമാല കൂടുതൽ ആദരവോടെയും ഭക്തിയോടെയും സൂക്ഷിക്കുന്നത് അമ്മ ഒരുപാട് നിർബന്ധിച്ചിരുന്നു. കാരണം സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്ത് തന്നെ അമ്മ ജപമാല എൻ്റെ കയ്യിൽ തരും. അന്നൊക്കെ ഞാൻ തീരെ കുഞ്ഞാണ്. എനിക്ക് ജപമാല എങ്ങനെ ഉപയോഗിക്കേണ്ടത് ഒന്നും എനിക്കറിയത്തില്ല. പക്ഷെ എന്നാലും അമ്മ ജപമാല എൻ്റെ കയ്യിൽ തരും. പിന്നെ ജപമാല ഇട്ട് കളിക്കാനോ ജപമാല ആട്ടാനോ ഒന്നും അമ്മ സമ്മതിച്ചിരുന്നില്ല. അങ്ങനെ ജപമാലയും പരിശുദ്ധ അമ്മയൊക്കെ വളരെ ഭക്തിയോടും ആദരവോടും കൂടി ഞാൻ സമീപിക്കേണ്ട ഇതായിട്ടാണ് അമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അതുമാത്രമല്ല, ഞാനിപ്പം +2 പഠിക്കുന്നത്. ഞാൻ ഇന്ന് സ്കൂളിലോട്ട് പോകാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം ആദ്യം അമ്മ ചോദിക്കുന്നത് ജപമാല കയ്യിലുണ്ടോ എന്നാണ്. എൻ്റെ ബാഗിലൊരു ജപമാല കാണും, എൻ്റെ കയ്യിലൊരു ജപമാല കാണും, എൻ്റെ പോക്കറ്റിൽ വേറൊരു ജപമാലയും കാണും. എന്നാലും അമ്മ ഇറങ്ങുമ്പോൾ ചോദിക്കും ജപമാല എടുത്തോ മോളെ എന്ന്. എനിക്കത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ദേഷ്യം വരാറുണ്ട്. കാരണം എന്നും അമ്മ എന്നോട് ഇതാ ചോദിക്കുന്നത്. ഞാൻ എടുക്കുമെന്ന് അമ്മയ്ക്ക് ഉറപ്പാണ്. എന്നിട്ടും അമ്മ പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കും. ഞാൻ എടുത്തമ്മയെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെയും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അമ്മ പറയും ഇന്നൊരു ജപമാല പോരാട്ടോ, 2-3 കുറച്ച് എക്സ്ട്രാ ചെല്ലിക്കോളാൻ പറയും. അപ്പം ഞാൻ ശരി അമ്മയെ ചെല്ലിക്കോളാന്ന് പറയും. എന്നിട്ട് ഞാൻ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ബസ് സ്റ്റോപ്പ്. ഞാൻ ആ ബസ് സ്റ്റോപ്പിലോട്ട് ചെല്ലുമ്പം ഞാൻ ഒന്നുകൂടെ അമ്മേനെ തിരിഞ്ഞു നോക്കുമ്പം അമ്മ കൈകൊണ്ട് കാണിക്കും ജപമാല ചെല്ലിക്കോണം എന്നർത്ഥം. അങ്ങനെ ഞാൻ തിരിച്ച് അമ്മയ്ക്കൊരു തംസപ്പ് കാണിക്കും, ചെല്ലിക്കോളാം അമ്മേ. അത് കഴിഞ്ഞ് ഞങ്ങളുടെ നേരെ ഇപ്പുറത്തൊരു കുരിശുപള്ളിയുണ്ട്. ആ കുരിശുപള്ളിയിലോട്ട് ഞാൻ ഓടിക്കയറി ചെന്ന് അവിടെ ഒരു റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ തിരുസ്വരൂപമുണ്ട്. ഞാൻ മാതാവിനോട് പറയും, മാതാവേ ഇന്നെല്ലാം കാര്യങ്ങളുണ്ട്, എല്ലാം ഒന്ന് ക്രമീകരിച്ചേക്കണം, എല്ലാം ഒന്ന് സെറ്റാക്കി തന്നേക്കണമെന്ന്. അത് കഴിഞ്ഞ് ഞാൻ നേരെ സ്കൂളിൽ പോവും. സ്കൂളിൽ പോകുന്ന വഴിക്കെല്ലാം ജപമാല ചെല്ലാൻ പറ്റുമെങ്കിൽ ജപമാല ചെല്ലും. അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ എന്തെല്ലാം പരീക്ഷയുണ്ട് എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും ആദ്യം എൻ്റെ അമ്മ എന്നോട് ചോദിക്കുന്നത് ഇന്ന് എത്ര ജപമാല ചെല്ലിയെന്നാണ്. ഞാൻ എവിടെ പോയാലും ബസ് യാത്ര ചെയ്യാൻ അമ്മ പറയും കൊന്ത എല്ലിക്കോണം, അവിടം വരെ പോകുമ്പോൾ 4 ജപമാല ചെല്ലാനുള്ള സമയം ഉണ്ട് എന്നൊക്കെ അമ്മ പറയും. തിരിച്ചു വരുമ്പോൾ ചോദിക്കും, ഞാൻ പറയും അമ്മേ 3 ചെല്ലാൻ പറ്റുള്ളൂ എന്നെല്ലാം ഞാൻ പറയും. അങ്ങനെയാണ് എൻ്റെ അമ്മ എന്നെ പരിശുദ്ധ അമ്മയുടെ ഭക്തി വളർത്തിയത്. പിന്നെ അപ്പാടെ കാര്യം പറയുമ്പം അപ്പ എനിക്ക് മാതാവിൻ്റെ ഒരുപാട് ബുക്സ് വാങ്ങിച്ചു തരുമായിരുന്നു. മാതാവിൻ്റെയും വിശുദ്ധരുടെയും ജീവചരിത്രങ്ങളൊക്കെ അപ്പ വായിച്ച് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതാണെങ്കിൽ അപ്പ തന്നെ വായിച്ച് അത് ലഘൂകരിച്ച് എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. പിന്നെ എൻ്റെ 2 അമ്മച്ചിമാരുടെയും കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ആദ്യത്തെ അമ്മച്ചി കുറവലങ്ങാട് മുത്തിയമ്മയുടെ വലിയൊരു ഭക്തിയാണ്. അമ്മച്ചി അവിടെ പറ്റുന്നത് എല്ലാ ദിവസവും തന്നെ വിശുദ്ധ ബലി അർപ്പിക്കുകയും വലിയ ജപമാല ഭക്തിയിൽ ആയിരിക്കുകയും ചെയ്യാറുണ്ട്. പിന്നെ ഇവിടുത്തെ അമ്മച്ചി പാലായിലുള്ള അമ്മച്ചി നിത്യസഹായ മാതാവിൻ്റെ വലിയൊരു ഭക്തിയാണ്. അമ്മച്ചിക്ക് ഇപ്പോൾ ക്ഷീണമാണെങ്കിലും അമ്മച്ചി ആയ കാലത്ത് എന്നും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുകയും ഒരുപാട് കൊന്ത ചെല്ലുകയും ചെയ്യാറുണ്ട്. ഞാൻ ഓർക്കാറുണ്ട്, ഞാൻ അമ്മച്ചി വെറുതെ ഒക്കെ ഇരിക്കുമ്പോൾ അമ്മച്ചീനെ നോക്കുവാണെങ്കിൽ അമ്മച്ചിയുടെ കയ്യിൽ ഒരു കൊന്ത കാണും. അമ്മച്ചി ഉറക്കൊന്നുമല്ല, പക്ഷേ കൊന്തയിലെ മണികൾ അമ്മച്ചി എണ്ണുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അങ്ങനെ മൊത്തത്തിൽ ഒരു ആത്മീയാന്തരീക്ഷമുള്ള കുടുംബത്തിലാണ് ഞാൻ വളർന്നു വന്നത്. തീരെ ചെറുപ്പം തൊട്ട് പരിശുദ്ധ അമ്മയോടും ജപമാലയോടുമുള്ള ഭക്തിയിൽ എൻ്റെ കുടുംബാംഗങ്ങൾ എന്നെ വളർത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം
ഇന്നത്തെ ഈ ലോകത്ത് ഒരുപാട് തെറ്റുകളും ഒരുപാട് തിന്മകളും ഒരുപാട് പ്രലോഭനങ്ങളും ഉള്ളൊരു കാലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. പക്ഷേ ഈ ലോകത്ത് നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ വേണം, ജപമാല നമ്മുടെ കൂടെ വേണം. ജോൺ പോൾ രണ്ടാമൻ പാപ്പ പറയുന്നുണ്ട്, ജപമാല ചൊല്ലുമ്പോൾ നാം പരിശുദ്ധ അമ്മയുടെ കൈകളിൽ പിടിക്കുന്നു, എന്നാൽ ജപമാല ചൊല്ലിക്കഴിയുമ്പോൾ അമ്മ നമ്മുടെ കരങ്ങളിൽ പിടിക്കുന്നു എന്ന്. ഇന്നത്തെ ഈ കാലത്ത് നമ്മുടെ കുട്ടികളെയും തീരെ കുഞ്ഞു കുട്ടികളെയും പോലും നമുക്ക് ലോകത്തിൻ്റെ ആ തെറ്റുകളൊന്നും വീഴ്ത്താതെ നമുക്ക് കാത്തുകൊള്ളണമെങ്കിൽ വേറെ ഒരു വഴിയില്ല, പരിശുദ്ധ അമ്മയുടെ ജപമാല അവരുടെ കൈകളിൽ കൊടുക്കുക എന്നത് മാത്രമേ ഉള്ളൂ. വിശുദ്ധ ഡൊമിനിക്കോസിന് പരിശുദ്ധ അമ്മ ജപമാല കൊടുത്തത് ഒരു ആയുധമായിട്ടാണ് ഈ ലോകത്തിനെതിരെ. അതുപോലെ തന്നെ ഇന്നത്തെ ഈ ലോകത്തിനെതിരെയും നമുക്ക് പരിശുദ്ധ അമ്മ തന്നേക്കുന്ന ആയുധമാണ് ജപമാല. ഇപ്പം ഞാൻ ഓർക്കുകയായിരുന്നു, ഞങ്ങൾക്കൊരു ചെറിയ കുഞ്ഞു കുട്ടികളുടെ ഒരു ഗ്രൂപ്പുണ്ട്, ജീസസ് ഏഞ്ചൽസ്. അതിനകത്ത് എന്നും വൈകിട്ട് കുട്ടികൾ ചെയ്ത പ്രാർത്ഥനകൾ അവർ വൈകുന്നേരം അപ്ഡേറ്റ് ചെയ്യും. അപ്പം ആ വൈകുന്നേരം നമ്മൾ ആ ഗ്രൂപ്പ് എടുത്ത് നോക്കുവാണെങ്കിൽ കാണാൻ നല്ല രസമാണ്. 3 മാസം പ്രായമുള്ള കൊച്ചിൻ്റെ പ്രേയറിനകത്ത് ഐ ലവ് യു ജീസസ്, നന്മ നിറഞ്ഞ മറിയമേ എന്നൊക്കെ. ഇത് അവർ ചെല്ലുന്ന പ്രാർത്ഥനകളൊന്നുമല്ല, അവരുടെ മാതാപിതാക്കൾ ആ കുഞ്ഞ് തീരെ ശിശുവായിരിക്കുമ്പോൾ തന്നെ അവരുടെ ചെവിയിൽ പറഞ്ഞു കൊടുക്കുന്ന പ്രാർത്ഥനകളാണ്. പിന്നെ ഇച്ചിരിയും കൂടി മുതിർന്ന ഒരു 3-4 വയസ്സുള്ള കുട്ടികളുടെ പ്രാർത്ഥന നമ്മൾ നോക്കുവാണെങ്കിൽ അതിനകത്ത് 100 ഐ ലവ് യു ജീസസ്, 100 നന്മ നിറഞ്ഞ മറിയമേ, ലുത്തിനിയുടെ പകുതി പഠിച്ചു, ഒരു ദിവ്യരഹസ്യം പഠിച്ചു. അങ്ങനെ ആ തീരെ കുഞ്ഞു കുട്ടികൾ പോലും പരിശുദ്ധ അമ്മയുടെ ഭക്തി വളരാൻ ഒരുപാട് ആ മാതാപിതാക്കൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പം നമ്മുടെ വീടുകളും കാണും തീരെ കുഞ്ഞു കുട്ടികൾ, ഇത്തിരി മുതിർന്നവരെ എല്ലാം. പക്ഷേ നമ്മുടെ ആ ജപമാല ഭക്തി അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അവർ ഇന്നത്തെ ലോകത്തെ പിടിച്ചു നിൽക്കും, പരിശുദ്ധ അമ്മയെ അവരെ നയിച്ചുകൊള്ളും. പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിൽ തന്ന അനുഗ്രഹങ്ങളെ പറ്റി പറയുമ്പോൾ എനിക്കത് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. കാരണം അതുപോലെ അനുഗ്രഹങ്ങളാണ് ഓരോ ദിവസവും ഓരോ നിമിഷം പോലും പരിശുദ്ധ അമ്മ വഴി എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ആരെങ്കിലും എന്നോട് പെട്ടെന്ന് പരിശുദ്ധ അമ്മ വഴി ലഭിച്ച ഒരു അനുഗ്രഹമോ ഒരനുഭവമോ പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആവും. കാരണം അത് പറയണോ, പക്ഷെ അതിനേക്കാളും നല്ല ഇതല്ലേ, ഇത്രയും വലിയ അനുഗ്രഹം തന്നപ്പോൾ ഞാൻ എന്തിനാ ഇത് പറയുന്നത്, അതിനേക്കാളും നല്ല ഇതല്ലേ. അങ്ങനെ അത്രയ്ക്ക് അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ വഴി എൻ്റെ ജീവിതത്തിൽ തന്നിട്ടുണ്ട്. അപ്പം അതിനെല്ലാം കാരണം ഞാൻ വിശ്വസിക്കുന്ന അതിനെല്ലാം കാരണം ഞാൻ പരിശുദ്ധ അമ്മയോട് ചൊല്ലി പ്രാർത്ഥിക്കുന്ന ജപമാലയുടെ ശക്തിയായിട്ടാണ്. കാരണം എന്തെങ്കിലും ഒരു നിയോഗമോ എന്തെങ്കിലും വരികയാണെങ്കിൽ ഞാൻ ആദ്യം ചെല്ലുന്നത് പരിശുദ്ധ അമ്മയുടെ അടുത്തേക്കായിരിക്കും. പരിശുദ്ധ അമ്മേ, ഈ കാര്യം ഒന്ന് സെറ്റാക്കി തരണമേ, ഞാൻ ഒരു കൊന്ത എല്ലിയേക്കാം, ഒന്ന് സെറ്റാക്കി തരണമെന്ന് പരിശുദ്ധ അമ്മയോട് പറയും. ഉടനടി ആ കാര്യത്തിന് ഉത്തരവും കിട്ടും. കൂടാതെ ഞാൻ ജപമാല ചൊല്ലുന്ന കാര്യം പറയുമ്പോൾ ഞാൻ സഹനമെടുത്താണ് ഇപ്പോഴും തന്നെ ജപമാല ചൊല്ലുന്നത്. കാരണം സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്തൊക്കെ കല്ലിന്മേൽ മുട്ടയിൽ നിന്ന് കൈ വിരിച്ച് പിടിച്ചാണ് ഞാൻ ജപമാലയൊക്കെ ചൊല്ലിക്കൊണ്ടിരുന്നത്. എന്തെങ്കിലും അത്യാവശ്യം നിയോഗം വരുവാണെങ്കിലും ഞാൻ അങ്ങനെ തന്നെയാണ്. ഒരുപാട് സഹനത്തിലൂടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ അതിനൊക്കെ പെട്ടെന്ന് ഉത്തരം തരാറുണ്ട്. ഇപ്പം പരിശുദ്ധ അമ്മേൻ്റെ ജീവിതത്തിൽ തന്ന ഒരു അനുഭവത്തെ പറ്റി പറയുമ്പോൾ, ആദ്യമായിട്ട് തന്ന ഒരു അനുഭവത്തെ പറ്റി പറയുമ്പോൾ അത് എന്നിലുള്ള ഒരു കുറവിനെ പരിഹരിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഒരുപാട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. വിശുദ്ധ ബലിയൊക്കെ ഒരു ദിവസം പോലും മുടക്കം വരുത്താതെ അത്ര പ്രാർത്ഥനയിലായിരുന്നു ഞാൻ. എങ്കിലും എന്നിലുള്ള ചെറിയ ദുശ്ശീലങ്ങളും ഒരു ചെറിയ വീഴ്ചകളും ഒക്കെ ഒരിക്കൽ പോലും പരിഹരിക്കാനോ ഒന്നിനും ഞാൻ തയ്യാറായിരുന്നില്ല. അപ്പം അങ്ങനത്തെ എൻ്റെ ആ ഒരു പാപത്തിൻ്റെ മേഖലയിൽ നിന്ന് പരിശുദ്ധ അമ്മ എന്നെ ആദ്യമായിട്ട് വിടുവിച്ചതാണ് ഞാൻ ഒരിക്കലും മറക്കാത്ത ഒരു അനുഭവം. അതെന്ന് വെച്ചാൽ ഒരു ക്രിസ്മസിൻ്റെ തലേന്നാണ്, ഡിസംബർ 24. നമുക്കറിയാം ഡിസംബർ 24 എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് തിരക്കുള്ള ദിവസമാണ്. കാരണം 25-ാം തീയതി നോയമ്പ് വീഴണം, അതിനുള്ള സാധനം വാങ്ങിക്കണം, അല്ലാതെ പുൽക്കൂട് ഉണ്ടാക്കണം, അതിൻ്റെ ഡെക്കറേഷൻ, വീട്ടിൽ ഗസ്റ്റ് വരുന്നു, അങ്ങനെ മൊത്തത്തിൽ തിരക്കുള്ളൊരു ദിവസമാണ് 24-ാം തീയതി. അപ്പം അങ്ങനെ ഒരു ഡിസംബർ 24-ാം തീയതി ഞാനും അമ്മയും കൂടി ടൗണിലേക്ക് പോവുകയാണ്. ആ സമയം അപ്പ വിദേശത്തായിരുന്നു, ഞങ്ങൾക്ക് സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും അമ്മയും കൂടി പാലായ്ക്ക് പോയി കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ച് തിരിച്ച് വരുന്ന വഴി അമ്മ പറഞ്ഞു, മോളെ ആ ആൻറ്റിയുടെ വീട്ടിലൊന്ന് പോവാമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു അതിനെന്നെ അമ്മയെ പോകാമെന്ന് പറഞ്ഞു. കാരണം എനിക്കറിയാം അത് ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. ഞങ്ങൾ ഇടയ്ക്കെല്ലാം ആ ആൻറ്റിയുടെ വീട്ടിൽ പോകാറുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ വീട്ടിൽ ചെന്നു. ആ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ കാണുന്ന രംഗമെന്ന് വെച്ചാൽ അമ്മ എനിക്ക് വേണ്ടി വാങ്ങിച്ച സാധനം എല്ലാം എടുത്ത് ആ വീട്ടിലോട്ട് കൊടുക്കുന്നതാണ്.
അപ്പം ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം എനിക്ക് നോയമ്പ് വീടാൻ വാങ്ങിച്ച സാധനം എല്ലാമാണ് അമ്മ കൊടുത്തു വിട്ടത്. പക്ഷേ അന്നേരം ഞാനൊന്നും പറഞ്ഞില്ല. കാരണം തൊട്ട് താഴെ ഒരു കടയുണ്ട്. അപ്പം ഞാൻ ഓർത്തു ഇനി അമ്മ ഇതെല്ലാം അവർക്ക് കൊടുത്തിട്ട് എനിക്ക് വേറെ വാങ്ങിക്കുമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അങ്ങനെ ഇരിക്കെ ആ ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചു വരുന്ന വഴി അമ്മ കടയിലോട്ടൊന്ന് നോക്കിയത് പോലുമില്ല. അപ്പം എനിക്ക് സങ്കടമായി. അത് കഴിഞ്ഞ് അമ്മ വീട്ടിൽ വന്ന് ഞാൻ എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് ഞാൻ അമ്മയോട് ചോദിച്ചു, എൻ്റെ അമ്മ എനിക്ക് നോയമ്പ് വിടാനായിട്ട് ഇച്ചിരി സാധനമെങ്കിലും അമ്മയ്ക്ക് വെച്ചുവിടായിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ വേറെ ഒന്നും അമ്മയോട് പറഞ്ഞില്ല. എന്നിട്ട് ഞാൻ നേരെ മുറിയിൽ പോയി കടന്നു. കാരണം എനിക്ക് ഒരുപാട് സങ്കടവും ദേഷ്യം എല്ലാം വന്നു. ഞാൻ അമ്മയോടൊന്നും മിണ്ടാൻ പോയില്ല. അമ്മ പിന്നെ എന്നോട് എന്തൊക്കെയോ പറയാൻ വന്നു. ഞാൻ ദേഷ്യത്തിന് അനങ്ങിയില്ല. ഞാൻ ആ കട്ടിലെ അതേപടി കടന്നു. പക്ഷേ ഇത് കൊടുത്തോണ്ട് അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ എനിക്ക് ഒട്ടും സന്തോഷമില്ലായിരുന്നു. എനിക്ക് നല്ല ദേഷ്യവും സങ്കടമായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് പരിചയമുള്ളൊരു സഹോദരൻ, ഒരു ചേട്ടൻ ഞങ്ങളുടെ വീട്ടിലോട്ട് കടന്നു വന്നപ്പോൾ ആ ചേട്ടൻ്റെ കയ്യിൽ ഒരു സ്റ്റാർ ഉണ്ടായിരുന്നു, ഒരു കേക്ക് ഉണ്ടായിരുന്നു, പിന്നെ ഒരു കവറിൽ കുറച്ച് സാധനങ്ങളും ഉണ്ടായിരുന്നു. അപ്പം ആ ചേട്ടൻ അകത്തോട്ട് കയറി വന്നപ്പം അമ്മ ചോദിച്ചു ഇതൊക്കെയെന്ന് ചോദിച്ചപ്പം ആ ചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ ലിൻസി, പരിശുദ്ധ അമ്മ എന്നെ വീട്ടിലിരുത്തുന്നില്ല. എന്നോട് പറയുക ഈ ലിൻസിയുടെ ഭവനത്തിലോട്ട് കടന്നു ചെല്ലുക, ഈ സാധനമൊക്കെ അവർക്ക് വേണം, ഇതൊക്കെ അവർക്ക് കൊണ്ടുപോയി കൊടുക്കുക എന്ന്. ഇത് കേട്ടപ്പോൾ ശരിക്കും ഞാനും എൻ്റെ അമ്മയുടെയും കണ്ണ് നിറഞ്ഞു. കാരണം ഇത് മറ്റാരും അറിഞ്ഞൊരു സംഭവമല്ല. ഞങ്ങളുടെ പേഴ്സണലായിട്ട് ഞങ്ങൾ ആ ചേച്ചിക്ക് കൊണ്ടുപോയി കൊടുത്ത, അല്ലാതെ വേറെ വെളിയിൽ ഒരാളറിയാൻ ഒരു മാർഗവും ഇല്ല. എന്നിട്ടും അത്രയും ഇതായിട്ട് പോലും പരിശുദ്ധ അമ്മ എൻ്റെ ചെറിയ ആഗ്രഹം, എൻ്റെ മനസ്സൊന്ന് വേദനിച്ചപ്പോൾ പരിശുദ്ധ അമ്മ എൻ്റെ ആ ആഗ്രഹം കണ്ട് ഞാൻ അതുപോലെ തന്നെ സ്റ്റാർ പൈസയുടെ ബുദ്ധിമുട്ട് കാരണം വാങ്ങിക്കാൻ സാധിച്ചിരുന്നില്ല. അപ്പം ഒരു സ്റ്റാറും ഒരു കേക്കും കൂടെ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് തന്നു. അപ്പം ഞാൻ ഓർക്കുന്നൊരു കാര്യം ഇതാണ്, നമ്മുടെ അത്രയും ചെറിയ കാര്യം പോലും പരിശുദ്ധ അമ്മ കണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കി തരികയാണ്. എൻ്റെ ചെറിയ മനസ്സ് വേദനിച്ചപ്പോൾ എനിക്ക് വേണ്ട സാധനങ്ങൾ പരിശുദ്ധ അമ്മ കൊണ്ടുവന്ന് തന്നു. അപ്പം ഈ ഇൻസിഡൻറ്റിലൂടെ എനിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടായി. കാരണം ഞാൻ ഈ ഒരുപാട് പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ സാധനങ്ങൾ അങ്ങനെ പങ്കുവെക്കാനുള്ളൊരു മനസ്സില്ലായിരുന്നു എനിക്ക്. ഞാൻ ഒറ്റമോളാണ്. ആ ഒറ്റമോളായിട്ട് വളർന്നതുകൊണ്ട് തന്നെ എല്ലാം എനിക്ക് വേണം എന്നുള്ള ചിന്തയായിരുന്നു. പക്ഷേ ഇങ്ങനൊരു ഇൻസിഡൻറ്റ് എൻ്റെ ജീവിതത്തിൽ നടന്നേ പിന്നെ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാനൊരു മനോഭാവം എനിക്കുണ്ടായി. പിന്നെ ഞാൻ ഓർക്കുന്ന ഒരു കാര്യമാണ്, ഈ ഈസ്റ്ററിനും ക്രിസ്മസിനും ഒക്കെ തലേന്ന് ഞങ്ങൾ ഓർഫണേജ് അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോകും. അപ്പം ഞങ്ങളുടെ ടൗണിലൊരു വൃദ്ധസദനമുണ്ട്, പ്രായമായ അമ്മച്ചിമാരുള്ള സ്ഥലം. അപ്പം എനിക്ക് അമ്മച്ചിമാരെന്ന് വെച്ചാൽ ഭയങ്കര വീക്ക്നെസ്സാണ്. ഞാൻ ഇപ്പോൾ റോട്ടിലൊക്കെ അമ്മച്ചിനെ കാണുവാണെങ്കിൽ അവരെ റോഡ് ക്രോസ് ചെയ്യാനോ എന്തിനേലുമൊക്കെ സഹായിക്കണമെങ്കിൽ അതെല്ലാം ഞാൻ ചെയ്യും. അങ്ങനെ ഇതെല്ലാം പരിശുദ്ധ അമ്മയുടെ കൃപയായിട്ടാണ്. അപ്പം ഞങ്ങൾ ആ ക്രിസ്മസിൻ്റെ തലേന്നൊക്കെ ആ ഓർഫണേജിൽ പോയി. അപ്പം ഞാൻ അമ്മയോട് പറയും, അമ്മ അവർ വേറെ ആരും ഇല്ലല്ലോ, നമുക്ക് ഇച്ചിരി ഡ്രസ്സൊക്കെ വാങ്ങിക്കാം, അവർ ഇച്ചിരി ക്രിസ്മസ് ഒക്കെ അല്ല ഇച്ചിരി മധുര പലഹാരമോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട തോർത്ത് സോപ്പ് അങ്ങനത്തെ സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ അത് കേൾക്കുമ്പോൾ അമ്മയ്ക്ക് സന്തോഷമാണ്. കാരണം ആദ്യം ഞാൻ ഇങ്ങനൊന്നും അല്ലായിരുന്നു. പരിശുദ്ധ അമ്മയിലേക്ക് കടന്നു വന്നേ പിന്നെ എനിക്ക് ഇത്രയും മാറ്റങ്ങളൊക്കെ സംഭവിച്ചു. ഇപ്പം എൻ്റെ പോക്കറ്റ് മണിയിൽ നിന്ന് തന്നെ ഞാൻ അവർക്ക് സാധനം വാങ്ങിക്കാനായിട്ട് തയ്യാറാവാറുണ്ട്. അപ്പം ഞാനിപ്പോൾ ഓർക്കുന്ന ഒരു കാര്യമാണ്, പരിശുദ്ധ അമ്മ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് തിടുക്കത്തിൽ ഏലീശ പുണ്യതയെ പോയി ഏലീശ പുണ്യതയ്ക്ക് ശുശ്രൂഷ ചെയ്യാൻ പോകുന്ന ഒരു ഭാഗം. അപ്പം പരിശുദ്ധ അമ്മയ്ക്ക് വേണമെങ്കിൽ ആ വീട്ടിൽ റെസ്റ്റ് എടുത്താൽ മതി. പക്ഷേ പരിശുദ്ധ അമ്മ ഒരു ശുശ്രൂഷ മനോഭാവം കാണിക്കുകയാണ്. അപ്പം പരിശുദ്ധ അമ്മയിലേക്ക് കടന്നു വന്ന പിന്നെ എനിക്കും ഈ ശുശ്രൂഷ മനോഭാവം ഒരുപാടുണ്ടായിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യമായിട്ട് വീട്ടിൽ വന്നവരെ സഹായിക്കാനോ അല്ലെങ്കിൽ വീട്ടിൽ പൈസ ചോദിച്ച് വന്നവർക്ക് ഇച്ചിരി ചോറ് കൊടുക്കാൻ, അങ്ങനെ പരിശുദ്ധ അമ്മ വഴി പലവിധ ശുശ്രൂഷ മേഖലകൾ, അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ എന്നിൽ തന്നെ വന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഓർക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ സാബത്ത് ആചരണം. ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് സേവിയർ ഖാൻ വട്ടായിലച്ഛൻ്റെ ഒരു കൺവെൻഷൻ ഞാൻ കൂടുകയും അച്ഛൻ അതിനകത്ത് സാബത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുകയും ചെയ്തത്. അന്ന് ഞാൻ തീരുമാനമെടുത്തു, ഇനി എൻ്റെ ജീവിതത്തിലെ എല്ലാ സാബത്തുകളും ഞാൻ ഈശോയ്ക്ക് വേണ്ടി മാത്രം കൊടുക്കുന്നതാണ്. അല്ലാതെ ഞാൻ അന്ന് സ്കൂളിലത്തെ വിഷയങ്ങൾ പഠിക്കുകയോ അങ്ങനെ സിനിമ കാണാൻ പോവുകയോ കറങ്ങാൻ അങ്ങനത്തെ ഒരു പരിപാടിക്കും ഞാൻ നിൽക്കുകയില്ലെന്ന് ഞാൻ അന്ന് തീരുമാനമെടുത്താണ്.
നമുക്കറിയാം നമ്മൾ തീരുമാനം എടുക്കാൻ ആർക്കും പറ്റും, പക്ഷെ ആ തീരുമാനം പ്രാവർത്തികമാക്കാനാണ് ഏറ്റവും പാട്. അപ്പം അതിനെന്നെ സഹായിച്ചത് പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മയിലൂടെയുള്ള ആ ജപമാല പ്രാർത്ഥന വഴിയാണ് എനിക്ക് ഇന്നേ വരെ എനിക്ക് പറയാൻ സാധിക്കും, അന്ന് ആ ധ്യാനം കൂടിയ പിന്നെ ഞാൻ സാബത്ത് ഒരിക്കൽ പോലും അതിനൊരു മുടക്കം വരുത്തിയിട്ടില്ല. എനിക്കിപ്പം ഞായറാഴ്ച കഴിഞ്ഞ് പിറ്റേ ദിവസം ബോർഡ് എക്സാം ആണെങ്കിൽ പോലും ഞാൻ ഞായറാഴ്ച പഠിക്കത്തില്ല. ആ പഠിച്ചത് വെച്ചുള്ള മാർക്ക് മതി എന്നുള്ള ഇതിൽ തന്നെയാണ്. ഞായറാഴ്ച പഠിച്ചില്ല എങ്കിൽ പോലും ആ പഠിക്കുന്നതിന് തുല്യമായ മാർക്ക് പരിശുദ്ധ അമ്മ എനിക്ക് എപ്പോഴും തന്നിട്ടുണ്ട്. അതെല്ലാം ഞാൻ ആ ചെല്ലുന്ന ജപമാലയുടെ ശക്തിയാണ്. ഞായറാഴ്ച വേറെ ഒന്നിന് സ്ഥാനം കൊടുക്കാതെ ഈശോയ്ക്ക് മാത്രം സ്ഥാനം കൊടുക്കുമ്പോൾ ഈശോ തരുന്ന ഒരു വലിയ കൃപയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പം ഞായറാഴ്ച ഞാൻ ബാക്കി ദിവസം എല്ലാം ഇരുന്ന് പഠിച്ച് എഴുതുന്ന വിഷയത്തെക്കാളും എനിക്ക് എപ്പോഴും മാർക്ക് കൂടുതൽ ഞാൻ ഈ ഞായറാഴ്ച എഴുതാതെ വിഷയത്തിനായിരിക്കും. കാരണം അത് സ്ഥിരം അങ്ങനെ. ആ 2ാം ക്ലാസ് തൊട്ട് എനിക്കെപ്പോഴും മാർക്ക് കൂടുതൽ കിട്ടുന്നത് ഞാൻ സാബത്ത് ആചരിച്ച് എഴുതുന്ന പരീക്ഷയ്ക്കായിരിക്കും. അപ്പം ഇതെല്ലാം പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ കൃപയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഇതിലൂടെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളൊരു കാര്യമുള്ളൂ. നമ്മളിപ്പം ഞായറാഴ്ച ഭയങ്കര തിരക്കാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ വ്യഗ്രതപ്പെടുന്ന ഒരു ദിവസം ഞായറാഴ്ചയാണ്. പക്ഷേ നമ്മൾ ആ ഞായറാഴ്ച ഈശോയ്ക്ക് വേണ്ടി മാറ്റിവെച്ച് ഈശോയുടെ കൂടെ പരിശുദ്ധ അമ്മയുടെ ജപമാലയോടും ഒക്കെ കൂടുതൽ ചേർന്ന് നിൽക്കുമ്പോൾ ആ ഈശോയും പരിശുദ്ധ അമ്മയും നമ്മുടെ കാര്യത്തിൽ ഇടപെടും. മത്തായി 6:33 വചനം പറയുന്നുണ്ട്, ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക, ബാക്കിയെല്ലാം നിങ്ങളോട് കൂട്ടിച്ചേർക്കപ്പെടുമെന്ന്. ഇതിന് വലിയൊരു സാക്ഷ്യമാണ് എൻ്റെ ജീവിതം. കാരണം ഇന്നേ വരെ ഈശോയ്ക്ക് 1ാം സ്ഥാനം കൊടുത്ത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടോ അതിനെല്ലാത്തിനും പരിശുദ്ധ അമ്മ എനിക്കൊരു 100 ഇരട്ടി അനുഗ്രഹമാക്കി തന്നിട്ടുണ്ട്. എൻ്റെ ശുശ്രൂഷ മേഖലകളെ പറ്റി പറയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം പരിശുദ്ധ അമ്മ വഴി വിവിധ മേഖലകളിൽ വിവിധ രീതികളിൽ എനിക്ക് ഒരുപാട് ശുശ്രൂഷ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതെല്ലാം ഞാൻ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ചെല്ലുന്ന ജപമാലയുടെ ശക്തിയായിട്ടാണ് ഞാൻ കാണുന്നത്. ആദ്യമായി തന്നെ പറയുവാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു യൂത്തിൻ്റെ ഗ്രൂപ്പുണ്ട്, Y4C അഡോക്ട് ടീം. അപ്പം ഒക്ടോബർ മാസത്തിൽ ഞങ്ങൾ ആദ്യത്തെ 2-3 ദിവസം ഒരു പ്രോഗ്രാമിന് മധ്യസ്ഥ പ്രാർത്ഥനയായി ഞങ്ങൾ എന്നും വൈകിട്ട് 6 മണിക്ക് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ആ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെയുള്ള ആൻഡോ ചേട്ടൻ പറഞ്ഞു, ഇത് ഒക്ടോബർ മാസമല്ലേ, പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട മാസമല്ലേ, നമുക്കെന്നാൽ ഈ മാസം മൊത്തം എല്ലാ ദിവസവും വൈകുന്നേരം 6 മണിക്ക് ഗൂഗിൾ മീറ്റ് വെച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാലോ എന്ന്. അപ്പം ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും യൂത്താണ്, എല്ലാവരും വളരെ സന്തോഷപൂർവ്വം അത് സ്വീകരിച്ചു. അപ്പം ആ ഒരു ഗൂഗിൾ മീറ്റിൻ്റെ സമയത്ത് ഞങ്ങൾ ആദ്യം ഒരു ചെറിയ ദിവ്യകാരുണ്യ ആരാധനയോടുകൂടി തുടങ്ങി. പിന്നെ ഒരു ജപമാല ചൊല്ലി. അതിൻ്റെ ഇടയ്ക്കൊരു പരിശുദ്ധ അമ്മയുടെ കുറച്ച് ഫോട്ടോകൾ ഡിസ്പ്ലേ ആയിട്ടിട്ട് അത് ബാക്ക്ഗ്രൗണ്ടിലൊരു മ്യൂസിക് വെച്ച് അങ്ങനെ ചെറിയ ചെറിയ സമർപ്പണങ്ങൾ സ്വയമായി തന്നെ ചെയ്ത് അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങൾ ആ ഗൂഗിൾ മീറ്റ് കൂടിക്കൊണ്ടിരുന്നത്. എല്ലാ ദിവസവും ഉണ്ടായിരുന്നു ആ ഒക്ടോബർ മാസം. അപ്പം ശരിക്കും ഞങ്ങൾക്ക് ആ ഒരു മാസം എന്ന് വെച്ചാൽ ശരിക്കും ഒരു ആഘോഷം, ഒരു പെരുന്നാളിൻ്റെ പ്രതീതിയായിരുന്നു. കാരണം തലേദിവസം തന്നെ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടും, ഇന്ന് ഗൂഗിൾ മീറ്റിൽ ലിങ്ക് ഞാനിടാം, ഇന്ന് ജപമാല ഞാനാ ചെല്ലുന്നത്, ലുത്തിനിയെ ഞാൻ ചെല്ലാൻ ചേച്ചി, ഇന്ന് എനിക്ക് അവസരം കിട്ടിയില്ലല്ലോ, നാളെ എന്താണേലും ഞാൻ ആരാധന ചെയ്യുന്നത്. അങ്ങനെ ആ ഒരുപറ്റ യുവജനങ്ങൾ പരിശുദ്ധ അമ്മയുടെ ഈ ജപമാല മുറുകെ പിടിച്ച് ഈ ഒക്ടോബർ മാസം മൊത്തം ചെല്ലുക എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല. കാരണം നമുക്കറിയാം ഇന്നത്തെ ഈ ലോകത്തിൽ ഒരുപാട് തിന്മകളും പ്രലോഭനങ്ങളും വീണു പോകാൻ ഏറ്റവും എളുപ്പമുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. എന്നിട്ട് ഒരുപറ്റ യുവജനങ്ങൾ ഇങ്ങനെ മാതാവിനോട് കൂടുതൽ ചേർന്ന് നിന്ന് ജപമാല ചെല്ലാനും അതിന് ഒരുപാട് എഫേർട്ട് എടുത്ത് ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യാനും എനിക്ക് ശരിക്കും അതൊരു വലിയ അത്ഭുതം പോലെയായിരുന്നു. കാരണം ഇന്നത്തെ ഒരു പ്രതീതി അനുസരിച്ച് ഇങ്ങനത്തെ യുവജനങ്ങൾ ഒരിടത്തും കാണില്ല. കാരണം അത്രമാത്രം രാവിലെ തന്നെ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുകയും മാതാവിനോട് ചേർന്ന് ഇന്ന് 8 ജപമാല ചെല്ലണം, അങ്ങനെയൊക്കെ ഒരുപാട് മാതാവിനോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന ഒരു യുവജനങ്ങളെ പറ്റമാണ് ഞങ്ങളുടെ Y4C കൂട്ടായ്മ. അത് എൻ്റെ ശുശ്രൂഷ മേഖലയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട്
ഒരുപാട് യുവജനങ്ങൾ അതിലുണ്ട്. അതുപോലെ തന്നെ ഈ Y4C കൂട്ടായ്മയിലുള്ള എല്ലാ യുവജനങ്ങളും തന്നെ പരിശുദ്ധ അമ്മയെ പറ്റി ഒരു സന്ദേശം പറയുവാൻ എന്തെങ്കിലും പറയുവാണെങ്കിൽ അവർ ഉടനടി അതിന് റെഡിയാണ്. നേരത്തെ പ്രിപ്പയർ ചെയ്യേണ്ട സമയമൊന്നും വേണ്ട അവർക്ക്, അല്ലാതെ തന്നെ അവർ അതിന് റെഡിയാണ്. പിന്നെ ലോക്ക്ഡൗൺ തുടങ്ങിയ സമയത്ത് ഞങ്ങൾക്ക് ഏതാനും ഗ്രൂപ്പുകളുണ്ടായിരുന്നു. അപ്പം ആ ഗ്രൂപ്പുകളിൽ മാതാവിൻ്റെ കരുണയുടെ സന്ദേശം ഒരു ബുക്കുണ്ട്. അതിൽ നിന്ന് ഓരോ ദിവസവും ഓരോ സന്ദേശം എടുത്ത് വായിച്ച് വിവരിച്ചു കൊടുക്കുന്ന ഞാനായിരുന്നു. അപ്പം ആദ്യം ആ സന്ദേശം വായിക്കുന്നതിന് മുന്നേ നല്ല ഒരുക്കം വേണം. അതായത് അന്ന് കൊറോണ ടൈമാണ്, ദേവാലയങ്ങളൊക്കെ അടച്ചു കിടക്കുന്നത്. പക്ഷെ രാവിലെ തന്നെ ബലിയർപ്പിക്കുകയും അതിനുശേഷം ജപമാല ചൊല്ലി ശക്തമായിട്ട് പ്രാർത്ഥിക്കുകയും അത് കഴിഞ്ഞ് അമ്മയും അപ്പായും ഒരുമിച്ചിരുന്ന് എനിക്ക് പറഞ്ഞു തരും, ഇത് ഇങ്ങനെ പറയണം, ഇത് ഈ ടോണിൽ പറയണം, ഇത് ഇങ്ങനെയല്ല ഇച്ചിരിയും കൂടി സോഫ്റ്റ്, അങ്ങനെ കൃത്യമായ ഗൈഡൻസ് എല്ലാം എനിക്ക് തരുമായിരുന്നു. അങ്ങനെ ചെയ്തൊരു ഇതായിരുന്നു ഈ കരുണയുടെ സന്ദേശം. അപ്പം കരുണയുടെ സന്ദേശം ചെയ്യാനായിട്ട് ഞാൻ മുറിക്കകത്ത് കയറി ഞാൻ തന്നെ കുറച്ച് നേരം പേഴ്സണൽ പ്രെയർ ചെയ്യും. മാതാവേ, ഞാൻ ചെയ്യുമ്പം ഒന്ന് ശരിയാക്കി തന്നേക്കണേ, അറിയാമല്ലോ ഞാൻ ഇങ്ങനെയൊക്കെയാ, ഒരുപാട് തെറ്റുകളും വീഴ്ചകളും എല്ലാം ഉണ്ട്, പക്ഷെ മാതാവ് ഒന്ന് സെറ്റാക്കിയേക്കണേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എപ്പോഴും ചെയ്യാറ്. അങ്ങനെ ചെയ്യുമ്പോൾ ശരിക്കും ഞാൻ ആ ഓഡിയോ മെസ്സേജ് ഇടാൻ തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് എന്നിലൊരു മാറ്റം തോന്നാറുണ്ട്. കാരണം അത് പറയാൻ തുടങ്ങുന്ന ആ നിമിഷം മുതൽ ഞാനല്ല പറയുന്നത്. ശരിക്കും ഞാൻ വേറെ ഏതോ ഒരു ലോകത്തോട്ട് പോയി വേറെ ആരോ എന്നിലൂടെ പറയുന്ന പോലെയാണ് എനിക്ക് തോന്നാറുള്ളത്. പരിശുദ്ധ അമ്മ ശരിക്കും ആ സന്ദേശം പറയുന്ന സമയത്ത് എൻ്റെ കൂടെ നിൽക്കാറുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഈ സന്ദേശം കേട്ട് ഞങ്ങളുടെ ഗ്രൂപ്പിലൂടെയും അല്ലാതെയും ഒട്ടനവധി ആൾക്കാർ തന്നെ പറയാറുണ്ടായിരുന്നു, ഇത് ശരിക്കും പരിശുദ്ധ അമ്മ പറഞ്ഞതായിട്ട് ആണ് ഞങ്ങൾക്ക് തോന്നുന്നത്, ഞങ്ങൾക്കിത് ഒരുപാട് അനുഭവമായിട്ടുണ്ട് എന്നൊക്കെ. ഇങ്ങനെ ഇത്രയും അനുഭവമായിട്ടൊക്കെ പറയാൻ സാധിക്കുന്നത് ഞാൻ ആ ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയോട് കൂടുതൽ അടുത്ത് ഒരുങ്ങിയതിൻ്റെ ഒരു ഫലമായിട്ടാണ് എന്നാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത്. കാരണം എൻ്റെ കഴിവുകൊണ്ട് എനിക്ക് ഉറപ്പായിട്ടും ഇങ്ങനെ ഒരു ശുശ്രൂഷ മേഖലയോ ഇത്രയും നന്നായിട്ടൊന്നും ചെയ്യാനൊന്നും സാധിക്കുന്നില്ല. എല്ലാം പരിശുദ്ധ അമ്മയുടെ ഒരു കൃപയാണ്. പിന്നെ അവസാനമായി ഞാൻ പറയുന്നത്, ഇപ്പം ഞാൻ ഈ മാതാവിൻ്റെ സന്ദേശം ഇങ്ങനെ പറയുന്നത് ഞാൻ പഠിക്കുന്ന എൻ്റെ സ്കൂളിൽ നിന്നാണ്. അപ്പം എനിക്ക് ചെറുപ്പം തൊട്ടൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എൻ്റെ ഈ സ്കൂളിൽ വന്ന് എന്തേലും ഒരു ശുശ്രൂഷ ചെയ്യണം, എവിടെയെങ്കിലും വെച്ച് എനിക്ക് ഈശോയെയോ മാതാവിനെയോ ഒന്ന് പങ്കുവെക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതിന് ഇന്നേ വരെ ഒരു വേദി വന്നിട്ടില്ല. 8ാം ക്ലാസ് വെച്ച് വേറെ സ്കൂളിലെ TC അഡ്മിഷൻ വരെ എടുത്തതാണ്, എന്നിട്ടും പോയില്ല. 10ാം ക്ലാസ് വന്നപ്പോൾ നോക്കി, +1 +2 വേറെ സ്കൂളിൽ നോക്കി, എന്നിട്ടൊന്നും എനിക്ക് ഈ സ്കൂളിൽ നിന്ന് പോകാൻ സാധിച്ചിട്ടില്ല. അപ്പം ഇതെല്ലാം ഞാൻ കരുതുന്നത് പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കൊരു പദ്ധതി ഉണ്ടായിരുന്നു. ഞാൻ ഈ സ്കൂളിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ +2 ലാസ്റ്റ് സമയമാകുമ്പം ഈ സ്കൂളിൽ നിന്ന് വേണം എനിക്ക് പരിശുദ്ധ അമ്മയുടെ സന്ദേശം കൊടുക്കുവാനായിട്ട് സാധിക്കുമെന്ന് ഇവർക്ക് നേരത്തെ പദ്ധതി ഉണ്ടായിരുന്നു. ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. കാരണം അല്ലെങ്കിൽ ഞാൻ ഈ സ്കൂളിൽ നിന്ന് പോകേണ്ട സമയം പണ്ടേ കഴിഞ്ഞു. ഞങ്ങൾ ഈ പരിശുദ്ധ അമ്മയുടെ സന്ദേശം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിന് മുന്നേ കുറേ നാൾ മുന്നേ തന്നെ വിശുദ്ധ ബലിയിൽ എനിക്കെപ്പോഴും ഈ സ്കൂളിലത്തെ മാതാവിനെ കാണിക്കുമായിരുന്നു, ഈ ചാപ്പലിലുള്ള മാതാവിനെ. അപ്പം ഞാൻ ഓർക്കുമായിരുന്നു, ഇതന്നെ ഈ മാതാവിനെ കാണിക്കുന്നത്. ഞാൻ ഈ ചാപ്പലിൽ വന്ന് കയറാറുള്ളതാണ്, ഇരുന്ന് പ്രാർത്ഥിക്കാറുള്ളതാണ്. പക്ഷേ ഇത്രയും നാളായിട്ട് ആ മാതാവിനെ അങ്ങനെ എൻ്റെ മനസ്സിൽ എപ്പോഴും തെളിഞ്ഞു വന്നിട്ടില്ല. അപ്പം ഈ ഇടയ്ക്ക് കുറേ പ്രാവശ്യം ഈ മാതാവ് തന്നെ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരും. അപ്പം ഞാൻ ഓർത്തു, ഇതെന്തായിരിക്കും സംഭവം എന്നെല്ലാം ഞാൻ ഓർത്തു. അത് കഴിഞ്ഞ് 1-2 ആഴ്ച കഴിഞ്ഞാണ് അമ്മ പറയുന്നത്, ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമുണ്ട്, ആ പ്രോഗ്രാമിന് ഒരുങ്ങണം എന്നൊക്കെ. അതും എനിക്ക് ശരിക്കും ഒരു അത്ഭുതമായിട്ട് തോന്നി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ സ്കൂളിൽ വന്ന് ഞങ്ങളുടെ പ്രിൻസിപ്പൽ അച്ഛൻ ഫാദർ സാബു കൂടപ്പാട്ട് അച്ഛനോട് ചോദിച്ചപ്പം അച്ഛന് പൂർണ്ണ മനസ്സോടെ സമ്മതം തന്നു. സ്കൂളിൽ ഷൂട്ട് ചെയ്യുന്നതിനും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനും എല്ലാം സമ്മതം തന്നു. ഇവിടെയുള്ള മൊണാസ്ട്രിയിലുള്ള അച്ഛനോട് ചോദിച്ചപ്പോഴും അച്ഛൻ സമ്മതിച്ചു. അങ്ങനെ അപ്പം എനിക്ക് ശരിക്കും മനസ്സിലായി, ഞാൻ ഇവിടെ നിന്ന് മാതാവിൻ്റെ സന്ദേശം പറയണമെന്ന് ഇവിടുത്തെ പരിശുദ്ധ അമ്മ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടെന്ന്. അല്ലെങ്കിൽ ഞങ്ങൾ ഇടവക ദേവാലയത്തിലോ അങ്ങനെ വേറെ എവിടെയെങ്കിലും നിന്ന് ഞാൻ ഈ സന്ദേശം പറയുകയുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ പറയുമ്പം ഇടവക ദേവാലയത്തോടൊക്കെ ചേർന്ന് നിന്ന് ഒരുപാട് ശുശ്രൂഷ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഇടവകയിൽ ചൊവ്വാഴ്ച കൂട്ടായ്മ ഉണ്ടായിരുന്നു. പണ്ട് ചൊവ്വാഴ്ചയായിരുന്നു. അപ്പം ആ ചൊവ്വാഴ്ച എപ്പോഴും രാവിലെ ജപമാല ഉണ്ടായിരുന്നു, ഉച്ചയ്ക്ക് ജപമാല ഉണ്ടായിരുന്നു, വൈകുന്നേരം ജപമാല ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് സ്കൂളില്ലാത്ത അവസരങ്ങളിലാണെങ്കിൽ ഞാൻ ഈ 3 നേരവും പോയി ജപമാല ചെല്ലാനും എല്ലാത്തിനും കൂടുമായിരുന്നു. ഈ സ്കൂളുള്ള ദിവസങ്ങളിലാണെങ്കിൽ ഞാൻ വൈകുന്നേരം പോയി കൂടുമായിരുന്നു.
അത് കഴിഞ്ഞ് ഞങ്ങൾക്കിപ്പം ഇടവക കൂട്ടായ്മ വെള്ളിയാഴ്ചയാക്കി. വെള്ളിയാഴ്ച ഞങ്ങളുടെ കൂട്ടായ്മ തുടങ്ങുന്നത് തന്നെ ആദ്യം ഒരു ജപമാലയോട് കൂടിയാണ്. അപ്പം ആ ജപമാലയാണ് ആ കൂട്ടായ്മയുടെ ബേസായിട്ട് ഏറ്റവും ശക്തി, ഏറ്റവും കൂടുതൽ പവർ ശരിക്കും അനുഭവപ്പെടുന്ന ആ ജപമാലയാണ്. അപ്പം ഇതെല്ലാം പരിശുദ്ധ അമ്മ വഴി എനിക്ക് ലഭിച്ച വിവിധ ശുശ്രൂഷ മേഖലകളാണ്. അപ്പം എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ, പരിശുദ്ധ അമ്മയെ മുറുകെ പിടിക്കുക. അമ്മയുടെ കൈ പിടിച്ചാൽ അമ്മ ഒരിക്കലും നമ്മളെ വിട്ടു പോകത്തില്ല. നമ്മുടെ കൈ മുറുകെ പിടിച്ചോളും അമ്മ. നമുക്ക് എന്താവശ്യം വന്നാലും നമ്മെ നേർവഴിക്ക് നടത്തി നമ്മളെ ശരിക്കും കൈപിടിച്ച് കൊണ്ടുപോയിക്കോളും. അപ്പം പരിശുദ്ധ അമ്മയുടെ കൈകളിൽ നമ്മുടെ കൈകൾ നമ്മൾ വെച്ച് കൊടുക്കുവാണെങ്കിൽ പിന്നെ വേറെ ഒന്നും ചിന്തിക്കാനില്ല. പരിശുദ്ധ അമ്മ എല്ലാം സെറ്റാക്കി തന്നോളും. ഈശോ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.